എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലേഷ്യയിലേക്കുള്ള ഒരു മനോഹര യാത്രയുടെ വിശേഷങ്ങളാണെന്ന്. മലേഷ്യയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം നിങ്ങളത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു പാക്കേജസും എടുക്കാതെ പോയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ പറ്റി. കുറേ വീഡിയോസ് നമ്മളും റെഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ അതിലൊന്നും പെടാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ കൊലാലംപൂർ നഗര കാഴ്ചകളും ലങ്കാവി എന്ന ബ്യൂട്ടിഫുൾ ഐലൻഡിലെ ദിവസങ്ങളും. പുറത്ത് നല്ല മഴയാണ്. എയർ ഏഷ്യ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്തി. അങ്ങനെ ലഗേജുകളൊക്കെ കൃത്യമായി വെച്ച് സ്വസ്ഥമായി ഞങ്ങളുടെ സ്വപ്നയാത്രയിലേക്ക്. ഏകദേശം 5:30 കൊലാലംപൂരിലേക്ക് എത്തിയത്. ഇന്ത്യൻ സമയത്തിൽ നിന്നും 2.5 മണിക്കൂറോളം വ്യത്യാസം മലേഷ്യൻ ടൈമിനുണ്ട്. വിമാനത്തിലിരുന്നുള്ള കൊലാലംപൂരിൻ്റെ രാത്രി കാഴ്ചകൾ അതിഗംഭീരമാണ്. അങ്ങനെ കൊലാലംപൂർ എയർപോർട്ടിലെത്തി. മലേഷ്യയിലേക്കുള്ള പ്രധാന അന്താരാഷ്ട്ര കവാടം. മലേഷ്യൻ എയർലൈൻസ്, എയർ ഏഷ്യ എന്നിവയുടെ പ്രധാന ഹബ്ബുകളിലൊന്നുകൂടിയാണിത്. ലഗേജുകളൊക്കെ എടുത്ത് എയർപോർട്ടിന് പുറത്തേക്ക് നടന്നു. കൊലാലംപൂർ സിറ്റി സെൻറ്ററിലേക്ക് ഇനിയും 1 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ ഊബർ പോലെ ഗ്രാബ് എന്ന ആപ്പ് ഉപയോഗിച്ച് നമുക്കവരുടെ ടാക്സി ബുക്ക് ചെയ്യാം. കൊലാലംപൂർ സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള റിഗാലിയ അപ്പർ വ്യൂ എന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. വൃത്തിയും ഭംഗിയുമുള്ള മുറിയും അതേപോലെ തന്നെ കൊലാലംപൂരിൻ്റെ കാഴ്ചകളിലേക്ക് തുറക്കുന്ന മനോഹരമായ ഒരു ജനാലയും. ഒന്ന് രാത്രിയാവാൻ വെയിറ്റ് ചെയ്യുകയാണ് വർണ്ണാഭമായ ഈ നഗര കാഴ്ചകളിലേക്ക് മിഴി തുറക്കാൻ. അങ്ങനെ ഒരു കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ആദ്യം തന്നെ 1-2 ഷോപ്പിംഗ് സ്ട്രീറ്റുകളിലേക്ക് പോകാമെന്ന് കരുതി. ആദ്യം തന്നെ എത്തിയത് KL സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള ഗ്രാൻഡ് പവലിയൻ എന്ന മോളിലാണ്. കോണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് 1-2 ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. എക്സ്പെൻസീവും ബ്രാൻഡഡ് ഷോപ്പിങ്ങിനും പറ്റിയൊരിടമാണ് പവലിയൻ. സെൻറ്ററിൽ പലയിടങ്ങളിലും ദിവാലി ഡെക്കറേഷൻസ് കാണുമ്പോഴാണ് ദിവാലി അവിടെയും പബ്ലിക് ഹോളിഡേ ആണെന്ന് മനസ്സിലാക്കുന്നത്. കൊലാലംപൂരിലെ പ്രധാന ഷോപ്പിംഗ് സെൻറ്ററുകളിൽ ഒന്നാണിവിടം. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുമാണ്. ഇനി തിരികെ ഹോട്ടലിലേക്കാണ്. ഉച്ചഭക്ഷണത്തിനും കുറച്ച് വിശ്രമത്തിനും ശേഷം ഷോപ്പിംഗ് സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. മലേഷ്യയിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളിൽ ഒന്നാണ് ഒരു യൂണിവേഴ്സൽ ചാർജിംഗ് അഡാപ്റ്റർ കയ്യിൽ കരുതുക എന്നുള്ളത്. D ടൈപ്പ് ഇലക്ട്രിക് സോക്കറ്റുകളാണ് ഇന്ത്യ, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അത് മലേഷ്യയിലേക്ക് എത്തുമ്പോൾ G ടൈപ്പായി മാറും. കൊലാലംപൂരിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റുകളിലൊന്നാണ് പെറ്റാലിംഗ്. ചൈന ടൗൺ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. സന്ധ്യാനേരമാവുമ്പോൾ മുതൽ സജീവമായി തുടങ്ങുന്ന തെരുവുകൾ. നിരവധി തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും പഴങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെയെല്ലാം ഈ തെരുവുകളിൽ ലഭ്യമാണ്. ഇനി കുറച്ചു നേരം ഞങ്ങളുടേതായ ഷോപ്പിംഗ് ആണ്. പെറ്റാലിംഗ് സ്ട്രീറ്റിലേക്കുള്ള പ്രധാന കവാടമാണിത്. മെയിൻ്റനൻസ് വർക്കുകൾക്കായി അന്നത് ക്ലോസ്ഡ് ആയിരുന്നു. എങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങി നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇനി അങ്ങോട്ടേക്ക് അനവധി ഷോപ്പുകളുടെ ഒരു പ്രളയം തന്നെയാണ്. ചോക്ലേറ്റും മധുരപലഹാരങ്ങളും സ്പൈസസും ഉൾപ്പെടെ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. മലേഷ്യയിലേക്ക് എത്തുമ്പോൾ ഷോപ്പിംഗ് നിങ്ങളുടെ പ്രധാന അജണ്ടയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതിനായി മാറ്റിവെക്കുക. കാരണം നിരവധിയാണ് ഷോപ്പിങ്ങിനായി തന്നെ കണ്ടു തീർക്കാൻ.
പെറ്റാലിംഗ് സ്ട്രീറ്റ് മാർക്കറ്റിനെ ചൈന ടൗൺ എന്ന് വിളിക്കുന്നത് ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും ചൈനീസ് കുടിയേറ്റക്കാരുടെ സാന്നിധ്യവും കാരണമാണ്. ഈ മേഖലയിലെ ചൈനീസ് ജനസംഖ്യയുടെ ആധിക്യം കാരണം ഇത് സ്വാഭാവികമായും കോലാലംപൂരിന്റെ ചൈന ടൗണായി അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സ്ട്രീറ്റിന് പുറത്തേക്ക് ഇറങ്ങി. കോലാലംപൂരിലെ മർഡേക്ക 118 എന്ന ടവറാണിത്. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ആ ദിവസത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ഹോട്ടലിലേക്ക്. കോലാലംപൂർ നഗരത്തെ ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്നത് രാത്രിയിലാണ്. ഓരോ കെട്ടിടങ്ങളും ദീപാലംകൃതമായി ഈ നഗരത്തെ ഏറ്റവും സൗന്ദര്യമുള്ളതാക്കുന്നു. യാത്രാമാർഗങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും നേരിടാത്ത നഗരം കൂടിയാണിത്. അങ്ങനെ ഹോട്ടലിലേക്ക് എത്തി. നല്ല യാത്രാക്ഷീണമുണ്ട്. ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വേണം അടുത്ത ദിവസത്തേക്കുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ മുറിയിലേക്ക്. ദിവാലി ആഘോഷങ്ങൾ നഗരത്തിൽ പലയിടങ്ങളിലും ഉണ്ട്. യാത്രയുടെ വിശേഷങ്ങൾ അടുത്ത ഭാഗത്തിൽ ഇനിയും തുടരും. കൂടുതൽ കാഴ്ചകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.